എന്തോ സാധനം പണി നടന്നുവിടാ. അതാണ്ട് അതെ ചെറുതാണെന്ന് തോന്നുന്നു. നല്ല സാധനം അതെ കരിമീൻ വെള്ളത്തിൽ കിടക്കുന്നു. ഇത് പിടിച്ചോണ്ട് അത് വീഡിയോ കാണിച്ചു. ഹായ് ഫ്രണ്ട്സ്, അപ്പാപ്പിയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ എവിടെ കന്നിട്ടയിലേക്ക് പോകും. അപ്പം കന്നിട്ട തോട്ടി ഒരു ചവറ് കിടപ്പുണ്ട്. അപ്പം ഞാനൊന്ന് ഒറ്റയ്ക്കേ ഉള്ളു. അപ്പം നമ്മൾ ആ ചവറിന് പോവുക. അവിടെ നമ്മൾ കൂടുതലും കാണുന്നത് സിലോപ്പിയ കേട്ടോ. സാധാരണ നമുക്ക് അവിടെ നിന്ന് വാളയും ചേറുമീനൊക്കെ കിട്ടുന്നത്. വാളയാണ് കൂടുതലും കിട്ടുന്നത്. ഇപ്പം ഈ വാള ഈ ഒരു ടൈമൊക്കെ ആകുമ്പം വാള നമ്മുടെ നാട്ടിലൊക്കെ വളരെ കുറവാണ്. അപ്പം വാള കാണുമോ ഇല്ലെന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. സിലോപ്പി ഉള്ളതോടെ അപ്പം സിലോപ്പിയും നമുക്ക് സിലോപ്പി കാണും. അപ്പം നമ്മൾ അങ്ങോട്ട് പോവുക. അല്ലാതെ നമ്മൾ ഏത് ചവറിനെ നിന്ന് വെച്ചിട്ട് മീൻ കുറവ്. ഇപ്പം വെള്ളമൊന്നും മാറ്റമായതുകൊണ്ട് നമ്മുടെ ഈ ചവറിൻ്റെ അകത്തുനിന്ന് കൊഞ്ചും മാറി നിൽക്കുക. അപ്പം നമ്മൾ അങ്ങോട്ട് പോവുക. ഇനിയിപ്പം നമ്മൾ എന്തുവാ കന്നിട്ട കെട്ടി പോകണം. ഈയിടയ്ക്ക് മുങ്ങിയ ഹൗസ് ബോട്ടാണ് കേട്ടോ അത്. അഞ്ചെട്ട് മാസം മുന്നേ മുങ്ങിയ ബോട്ടാണില്ല ആ കിടക്കുന്നത്. ആ ബോട്ട് പൊക്കാനൊക്കെ ശ്രമം നടത്തിയായിരുന്നു കേട്ടോ. എന്നിട്ട് അത് പൊക്കാൻ പറ്റിയില്ല. അത് കഴിഞ്ഞ് പിന്നെ അതിനകത്ത് സാധനമൊക്കെ ഇപ്പോൾ അഴിച്ചെടുക്കുക. നമ്മളെ ചായക്കട വന്നത് ഇത് ചായക്കട കടയാണ്. ഏതാണ്ട് 40 വർഷത്തെ പഴക്കമുണ്ട് ഈ കട. 40 അല്ല, എന്നാൽ എത്ര വർഷം പഴക്കമുണ്ടായത്? ഇത് 70 വർഷം. 70 വർഷത്തെ പഴക്കമുള്ള കേട്ടോ. നമ്മുടെ അച്ഛനപ്പൂപ്പന്മാരൊക്കെ മീൻ പിടിക്കാൻ പോയിക്കൊണ്ടിരുന്നപ്പം അടുത്ത് ചായ കുടിച്ചുകൊണ്ടിരുന്ന സ്ഥലമാണ് ഇത്. രാജയ്ക്കാണ് എൻ്റെ പോണത്. ഒക്കെയാണ് ഇവിടുത്തെ എല്ലാ പരിപാടിയും ഒക്കെയായിരുന്നു. അപ്പോൾ ഒക്കെ ഇപ്പം വൈകാത്ത ചാറ് മതി. നമ്മളെ അടുത്ത് പൊറോട്ട കുഞ്ഞാണ നിങ്ങളെ തോട്ടിലേക്ക് ഒന്ന് കയറാന്ന് വെച്ച. നിങ്ങളെ തോട്ടിലായിരുന്നു ഇറങ്ങുന്നത്. അവിടെ നമ്മളെ പൊറോട്ടയും ചാറും കേട്ടോ. ഇറച്ചിക്കറിയുടെ ഏറാണ് ചാറ് മേടിക്കുന്നത്. നമുക്ക് കൊളസ്ട്രോൾ ആയതുകൊണ്ട് നമ്മൾ വിശാലം ചാറ് മേടിച്ചത്. ഇവിടെ ഇറച്ചിക്കറിയും പൊറോട്ട ഇവിടെ മെയിൻ സാധനം. ഇതൊരു കഴിച്ചിട്ട് നമുക്ക് കാണാം. ആ സ്ട്രോങ് ആയിട്ടത് വന്നില്ല, പുള്ളി വന്നില്ല. നമ്മൾ ചായ കുടിയെല്ലാം കഴിഞ്ഞ് ഇറങ്ങി കേട്ടോ. ഈ തോട് കയറിയാ പോകണ്ട. ഇവിടുന്ന് വാടകയ്ക്ക് കൊടുക്കും, വെള്ളം വാടകയ്ക്ക് കൊടുക്കും. ചില കുട്ടനാട് ഏരിയകളിലൊക്കെ പാടത്ത് വെള്ളം കയറ്റാൻ തരുന്നത്. അവരുടെ ഈ പാടത്തിന് നാട്ടിലേക്ക് താമസിക്കുന്നവർ ഈ കണ്ടത്തിൻ്റെ നടുക്ക്. അപ്പോൾ പാടത്ത് വെള്ളം കയറ്റി അവർക്ക് പോകാൻ മറ്റ് മാർഗങ്ങളൊന്നുമില്ല. അപ്പം ഇവിടുന്ന് വള്ളം വാടകയ്ക്ക് എടുത്തുകൊണ്ട് പോയാണ് അവരവരുടെ വീട്ടിലേക്കൊക്കെ പോകുന്നു. നമ്മുടെ കൈരകരി ടെർമിനൽ കട നടത്തുന്ന കേട്ടോ നമ്മുടെ കോയാപ്പൂ പോലും പുള്ളിയാണ് അവിടെ ഉപ്പ് വാങ്ങുക, മറ്റേ ഉപ്പിലിട്ട സാധനങ്ങളെല്ലാം വിൽക്കുന്ന ആളാണ്.
ചവറ ഇന്ന് നമ്മൾ പണിയാൻ പോകണം. അപ്പോൾ ഇതിൻ്റെ പടിഞ്ഞാറ് സൈഡിൽ ഒരു വള്ളം മുങ്ങിക്കിടപ്പുണ്ട്. ആ വള്ളം കൂടെ കൂട്ട് വളയ്ക്കോടെ ചിലപ്പോൾ നാളെയല്ല. ഇത് വെള്ളം പുളിവെള്ളമായിട്ടുണ്ട് കേട്ടോ, കലക്കലായിട്ടുണ്ട്. നമ്മുടെ വള്ളത്തെ ചുറ്റിയിരിക്കുന്നതാണ് പിള്ളേരുടെ പാമ്പേഴ്സ്. ഈ തോട്ട് ഓടാൻ നേരത്തെ നമ്മളൊരു 5-6 പ്രാവശ്യമെങ്കിലും നമ്മൾ ഇഞ്ചനെ എന്തെങ്കിലും പ്ലാസ്റ്റിക്കോ എന്തെങ്കിലും കയറി ചുറ്റും. നമ്മുടെ ഈ വള്ളം കിടക്കുന്നതല്ല, ഈ വള്ളത്തിനകത്തും സിലോപ്പി ഉണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ഈ ചവറിനകത്താണ്. അതെല്ലാം സിലോപ്പി. അത് നമ്മൾ അടുക്കും തോറും അത് ചിലപ്പോൾ താന്നു പോകും. കണ്ട ഈ വള്ളത്തിൻ്റെ അടിയിൽ നിൽക്കുന്നത്. ആ ചവറിനെ വല വെച്ചിട്ട് ഈ വള്ളത്തിന് ഇങ്ങോട്ടൊന്ന് നീട്ടിയാൽ ചിലപ്പോൾ ആ സിലോപ്പിനെ ഞങ്ങളെ പിടിക്കാൻ പറ്റുമായിരിക്കും. എല്ലാം ഓടിപ്പോണാണ് ഇതേ പോണം. വെള്ളത്തിൻ്റെ അടിയിലായതുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുമോ അറിയാൻ പറ്റാട്ടോ. അത് എല്ലാം ഓടിപ്പോണാണ്. വെള്ളത്തിനകത്ത് ഇല്ലേ വരുന്നത്. വലിയ സിലോപ്പി ഉണ്ട് കേട്ടോ, വലുതും ഉണ്ട്, ഇടത്തരം ടൈപ്പ്. ഇപ്പോൾ ഈ നിൽക്കുന്നതൊക്കെ ഇടത്തരം കേട്ടോ. അങ്ങോട്ടങ്ങോട്ട് പോകുന്നുണ്ട്, എല്ലാം ഓടി അങ്ങോട്ട് പോകുന്നുണ്ട്. നമ്മൾ വല വെക്കാൻ ഉദ്ദേശിക്കുന്ന ആ ചവറിൻ്റെ അകത്തോട്ട് അകത്ത് ഉണ്ടോയെന്നറിയാൻ പറ്റില്ല. ഇതിപ്പം വള്ളം കിടക്കുന്നതുകൊണ്ട് ഇതുങ്ങൾക്ക് തങ്ങി നിൽക്കാൻ നല്ല സൗകര്യമായിരിക്കും. അതുകൊണ്ട് ഇതുങ്ങൾ ഇവിടെ തന്നെ നിൽക്കും. വേണ്ട, ഇത് നമ്മൾ ഉള്ളുമ്പലയും ഇത് നമ്മളെ കടവലയാണ്. ഈ ഉള്ളുമ്പല ഇവിടെ 6 മാറുണ്ട്. ഉള്ളുമ്പല നമുക്കിവിടെ 3 മാറേ ഉള്ളൂ. അപ്പം അത് തന്നെ ഒന്ന് കൂട്ടി ഒന്ന് ഏടണം. വീഡിയോയിൽ നമുക്ക് ആ ചവറും ഈ വള്ളവും കൂടെ നമുക്ക് കൂട്ടി വെക്കാൻ പറ്റും. ഈ വള്ളത്തിന് സിലോപ്പി ഇപ്പുണ്ട്, ഇടത്തര സിലോപ്പിയാണ്. എന്നാലും വലുത് ചിലപ്പം താഴത്ത് കാണും. ഈ വലയൊന്ന് ഏടാം. നമ്മൾ ഏട് തീരാറായി കേട്ടോ. നമ്മൾ എത്ര ഭാഗം കൂടെ ഉള്ളു, ശകലം ഇത്രയും പ്രശ്നമില്ല. നല്ല കാഴ്ച ഉണ്ട് കേട്ടോ. അത് നമ്മുടെ കഴുക്കോലിൻ്റെ നീളം കണ്ട കഴുക്കോല് നോക്കിയിട്ട്. അപ്പോൾ ഇവിടെ ഒരു 2 ആൾ വെള്ളമുണ്ട് ഇവിടെ ഈ ഭാഗത്ത്. അപ്പോൾ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് അനിവാര്യമാണ്. നിങ്ങൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് സഞ്ചരിക്കാൻ പറ്റും. അപ്പം മാക്സിമം എല്ലാവരും അപ്പം പിന്നെ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ ഞാൻ വല ഇറക്കാൻ പോകും. വല ഇറക്കാൻ നമുക്ക് ആ മരത്തെ കെട്ടണം വല. ഇവിടെ നമ്മൾ ഉള്ളും വല ഇറക്കുന്നത്. ഇവിടെ നിന്ന് അങ്ങോട്ട് ആ വള്ളം കിടക്കുന്നുണ്ട്, അങ്ങ് അവിടെ നമ്മൾ പോകും കേട്ടോ. ഒറ്റയ്ക്ക് ഉള്ളെന്ന് നോക്കണ്ട, ഒന്ന് കട്ടക്ക് സപ്പോർട്ട് ചെയ്തു നമുക്ക് അടിപ്പം മീൻപിടുത്തം കാണാം. ഭയങ്കര റിസ്ക്കാണ് കേട്ടോ. അവിടെ കുറ്റി 1 മീറ്റർ അകലെ ഇങ്ങനെ 3-4 കുറ്റി നിൽക്കും, ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച്. അങ്ങനെ അതേ കണക്കാണ് അങ്ങോട്ട് മൊത്തം കുറ്റി. അപ്പം നമുക്ക് വല ഒരു കാരണവശാലും സൈഡിലേക്ക് നമുക്ക് അടുപ്പിക്കാൻ പറ്റത്തില്ല വല കയറ്റാൻ നേരത്ത്. അപ്പം മീനുണ്ടെങ്കിൽ ഒഴിവ് വരും, കാരണം കുറ്റി ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് നേരെ നിൽക്കുക. ഞാൻ വെള്ളം തെളിവാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം. നമ്മൾ പണിതിങ്ങ് വന്നു കഴിയുമ്പോൾ വലയിപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇവിടം വരെ കുത്തി കേട്ടോ. ഇനിയിപ്പം വല ഇറക്കി അങ്ങോട്ട് പോവുക. നമ്മൾ അവിടുന്ന് വല ഇറക്കി ഈ വള്ളങ്ങളൊക്കെ ഇറക്കി കേട്ടോ. ഈ വള്ളത്തിലാണ് നമ്മൾ സിലോപ്പി കണ്ടത്. ചിലപ്പോൾ ഈ വള്ളത്തിൻ്റെ അടി ചേർമീൻ കാണാൻ സാധ്യതയുണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങും. ഇവിടോട്ട് വല കൊടുത്തിട്ട് നമുക്കിതൊന്ന് തപ്പണം, എന്നിട്ട് വേണം വല അവിടെ കയറ്റാൻ. നമ്മളെ തപ്പെല്ലാം അങ്ങോട്ട് പോയി കയറ്റി വെക്കാൻ.
നമ്മുടെ കാലിൽ നിന്ന് മുട്ടി കേട്ടാ. സിലോപ്പിയാന്ന് തോന്നുന്നു, നോക്കട്ടെ. മുട്ടിയതേ ഉള്ളു, നോക്കട്ടെ. കരിമീൻപടത്തി നമ്മളിപ്പം ഈ പോളയ്ക്ക് കറക്കി അങ്ങോട്ട് വെച്ച് കേട്ടെ. കറക്കി വെച്ച് നമുക്ക് കിട്ടിയ കരിമീൻ എന്തേ നമ്മൾ വെള്ളത്തിലെടുത്ത് ഈ വെള്ളത്തിൽ ഇട്ടിരിക്കുക. കരിമീൻ അപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോ നമ്മൾ പറഞ്ഞതാണ്, ഞാൻ എപ്പോഴും മുറുക്കുന്നതാണ്. അപ്പം നമ്മൾ മുറുക്കാൻ ചോദിക്കാമെന്ന് എല്ലാവർക്കും അറിയാം. ഞാൻ ആദ്യം തൊട്ട് നമ്മുടെ വീഡിയോയിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാനെപ്പോഴും വെള്ളത്തിൽ ഇറങ്ങുന്നത് മുറുക്കാൻ വായിട്ടുണ്ട്, അല്ലാത്തപ്പോഴായാലും മുറുക്കാനുണ്ട്. പക്ഷേ ഈ മുറുക്കാൻ ചവച്ചുകൊണ്ട് നമ്മൾ മുറുക്കാൻ വായിക്കാത്ത കിടക്കുമ്പോൾ നമ്മൾ സംസാരിക്കാൻ നേരത്ത് ചിലപ്പോൾ സംസാരത്തിന് ചിലപ്പോൾ എന്തെങ്കിലും ഒരു സൗണ്ട് വ്യത്യാസം വരും. ഉടനെ നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മുടെ വീഡിയോ കാണുന്ന നമ്മുടെ സുഹൃത്തുക്കൾ അപ്പോൾ ഇന്ന് നല്ല ഫിറ്റാ എന്നാ. നമ്മളിപ്പം വെള്ളത്തിൽ ഇറങ്ങി പണിയാൻ നേരത്തെ ഞങ്ങൾ കുറച്ച് പേരൊക്കെ, എല്ലാവരും അങ്ങനെയാണെന്ന് തോന്നുന്നു, നമുക്കറിയാമല്ലോ. മീൻ പിടിക്കാൻ പോണ ഞങ്ങളുടെ ഏരിയ നമ്മളെല്ലാവരും കണ്ണ് തുറന്നാ മുങ്ങുന്ന. നമ്മളെ മുന്നിൽ എന്താണെന്ന് ഞങ്ങൾ കണ്ടാ മുങ്ങുന്നു. ഇല്ലെങ്കിൽ നമ്മൾ കുറ്റി കമ്പൊക്കെ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ കണ്ണ് തുറന്നല്ല മുങ്ങുന്നെങ്കിൽ നമ്മൾ കണ്ണിലും മൂക്കിലുമൊക്കെ കുത്തിക്കയറും. അത് കാരണം നമ്മൾ കണ്ണ് തുറന്നാ മുങ്ങുന്നത്. അപ്പോൾ നമ്മൾ വെള്ളത്തിൽ മുങ്ങാൻ നേരത്ത് നമ്മുടെ കണ്ണ് ഓട്ടോമാറ്റിക്കലി ചുമന്ന് വരാൻ നേരത്ത് നമ്മുടെ വീഡിയോസൊക്കെ ആദ്യം കാണുന്നതാണെങ്കിൽ വിചാരിക്കും അടിച്ച് വിറ്റ അതാ കണ്ണ് ചുമന്നിരിക്കുന്നതെന്ന് വിചാരിക്കും. അപ്പം അങ്ങനെ ഒരാൾ കമൻ്റ് ഇടാൻ നേരത്ത് നമ്മുടെ വീഡിയോ പുതിയതായിട്ട് കാണുന്ന ആരെങ്കിലും ആണെങ്കിൽ ആലോചിക്കും ശരി അടിച്ച് വിറ്റ ആയിക്കൊണ്ടാ അയാൾ പണിയുന്നതെന്നുള്ള ആ ഒരു ചിന്താഗതി വരും. അപ്പം അത് ഒരു തെറ്റായ ധാരണയാണെന്നൊന്ന് പറയുമായിരുന്നു. പക്ഷെ നമ്മൾ എന്തുവാ പറയുന്നത്, പിന്നെ സിനിമാ ലോകം പറഞ്ഞു വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ കുറച്ച് കറുത്ത് ഉരുണ്ട് ശകലം കട്ടയായിട്ടിരിക്കുന്നവനൊക്കെ ഭയങ്കര വില്ലൻ. പിന്നെ അതേ കണക്ക് തന്നെ മുടി താടി അങ്ങനെ വളർത്തിയ ഉടനെ അവൻ കഞ്ചാവ്, പെത്തടി, ആംബ്യോള് അതെ ഇത് വെച്ചിരിക്കുക. അപ്പം അങ്ങനെ ഒരു കാഴ്ചപ്പാട് നേരത്തെ വിട്ടുണ്ട്. മുഖത്തൊക്കെ ഭയങ്കര കുരുവും മീശങ്ങാനും പിരിച്ചു വെച്ചാൽ പിന്നെ അവൻ വില്ലനാണ്, അവൻ പെണ്ണുപിടിയനാണ് എന്നുള്ള രീതിയിൽ. അത് ഈ സിനിമാ ലോകം നമ്മളെ അടിച്ചേൽപ്പിച്ചിരിക്കുന്ന ഒരു കാരണം. അതൊക്കെ ഈ 2000-ന് മുന്നേ ഉള്ള കാലഘട്ടങ്ങളിലാണ് അതൊക്കെ. ഇപ്പോഴത്തെ തലമുറയ്ക്കെന്ന് പറയുമ്പോൾ അങ്ങനെയല്ല. അത് ഇപ്പോഴത്തെ തലമുറയ്ക്ക് മുടി വളർത്തുന്ന, താടി വളർത്തുന്ന, ഇല്ലെങ്കിൽ അവരുടെ ട്രെൻഡ് ആയതുകൊണ്ട്, ഇല്ലെങ്കിൽ അവർക്കതൊരു അവർക്കതൊരു പാഷൻ ആയതുകൊണ്ട് അവരത് ചെയ്യുന്നതേ ഉള്ളൂ. അപ്പം അത് ആ കാലഘട്ടത്തിൽ നിൽക്കുന്നവരാന്ന് തോന്നുന്നു വന്നേച്ചും ഇങ്ങനെ പറയുന്നത്. ഏതാ നമ്മുടെ കണ്ണ് ചുമന്ന് കിടക്കുന്നതെന്ന് കണ്ടാണ് നമ്മൾ വെണ്ട വിളിച്ചുകൊണ്ടാണ് ഇറങ്ങുന്നതെന്നുള്ള രീതിയിൽ പറയുന്നത്. അത് നമുക്ക് പക്ഷേ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ സൗണ്ട് കേൾക്കാതിരുന്നത്, നമ്മൾ സൗണ്ട് കേൾക്കാതിരുന്നതിൻ്റെ കാര്യമെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കവർ ഇട്ടുകൊണ്ടായിരുന്നു നമ്മൾ വെള്ളത്തിൽ മുങ്ങുന്നത്. അപ്പം നമുക്ക് സ്വരം നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് കേൾക്കാനായിട്ട് പ്രയാസം വരും. അപ്പം ഈ മഴയുള്ളത് കാരണം ഈ കവർ ഇട്ടുകൊണ്ടാണ് നമ്മൾ ഇരുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ സൗണ്ട് ക്ലിയർ ആകാത്തത്. നമ്മുടെ സൗണ്ട് ക്ലിയർ ആകാത്തതിൻ്റെ കാര്യം ഇതാണ് കേട്ടോ. അപ്പം ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ മൈക്ക് എന്തെങ്കിലും ഉപയോഗിച്ചാലും, മൈക്കെന്ന് പറഞ്ഞാൽ നമ്മൾ വെള്ളത്തിൽ നമ്മൾ കരക്ക് കയറുമ്പോൾ നമുക്ക് മൈക്ക് ഉപയോഗിക്കാം. എന്നാലും കാറ്റ് പിടിക്കുമ്പോൾ എന്തോ പരപരാന്ന് പറഞ്ഞൊരു സൗണ്ട് ഉണ്ട്. അത് കഴിഞ്ഞ 2 വീഡിയോയിലും നമുക്കത് മനസ്സിലായത്. അപ്പം അതുകൊണ്ടാണ് സൗണ്ട് ക്ലിയർ ആകാത്ത ഈ കവർ ഇടുന്നതുകൊണ്ടാണ്. അപ്പം ഞാൻ ഇറങ്ങാൻ പോവുക. അപ്പോൾ ഒരു പ്രത്യേക അറിയിപ്പ് കേട്ടോ. അത് നമ്മുടേത് ഈ വെള്ളമില്ലേ 22 പതിവ് കേട്ടോ, ഈ കിടക്കുന്ന വെള്ളം ഞങ്ങുപേരുണ്ട്. അപ്പോൾ അതിൻ്റെ ഇഞ്ചനും ഉണ്ട്. അപ്പോൾ ഈ വെള്ളം കൊടുക്ക ഇട്ടിരിക്കുക. അപ്പോൾ ആരെങ്കിലും വേണമെങ്കിൽ അപ്പാപ്പിനെ ഒന്ന് കോൺടാക്ട് ചെയ്തേക്കണം കേട്ടോ. ഇത് ഫൈബർ ചെയ്തല്ലേ, ഫൈബർ ചെയ്ത വെള്ളമാണ്. പിന്നെ സൈഡിൽ ഒരു പൊട്ടലുണ്ടെന്ന് പറഞ്ഞു. സൈഡിൽ ഒരു പൊട്ടലുണ്ട്, അത് ഫൈബർ വെച്ച് മൂടാവുന്ന കേസ് കേട്ടേ ഉള്ളൂ. അപ്പോൾ ആരെങ്കിലും ഇതേക്കണത്തെ വെള്ളം അന്വേഷിച്ച് നടക്കുന്നുണ്ടെങ്കിൽ 22 പതിവ് വെള്ളമാണ് കേട്ടോ. അപ്പം വലിയ വെള്ളമാണ്, അതിൻ്റെ ഇഞ്ചനും ഉണ്ട്.
അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക. അപ്പം ഞാൻ ഇറങ്ങാനായിട്ട് പോവാം. നമുക്ക് ഇവിടുത്തെ അഴുക്കെല്ലാം തള്ളി വിടാം. അത് കഴിയുമ്പോൾ സൗകര്യമായിട്ട് നമുക്ക് ചൂണ്ടയിടാം. നമുക്ക് ഇഷ്ടം പോലെ വേണ്ട മതി, നമുക്ക് നമ്മളെ വേലക്കൂലി കിട്ടിയാൽ മതി. അതെ, അതാണ് നമുക്ക് നമ്മളെ പിള്ളേർക്ക് അരിക്കുള്ള കാശ് കിട്ടും. നല്ലതുപോലെ കാണിച്ചു കൊടുത്തേക്കെ. മുങ്ങിച്ചെന്ന് കുത്തിയടിച്ചു, മുങ്ങിച്ചെന്ന് കുത്തിയടിച്ചു. അല്ല അങ്ങോട്ടുണ്ട്, തള്ളു കാണത്തില്ല. പക്ഷേ ഞാൻ എവിടെ അവിടംബരം മതി, അവിടംബരം ഉള്ളു നമ്മുടെ വല. നമ്മുടെ വലയില് അവിടംബരം ഉള്ളു. അതല്ല ഓക്കെ. ഒരാള് കൂടുതലല്ലേ അച്ഛൻ, അത്രേ ഉള്ളു. ഒരു വണ്ടി കൂടെ പോയി. കണ്ട പക്ഷേ നമ്മുടെ കരിമീനൊക്കെ മുട്ടുന്നുണ്ട്, പക്ഷെ കല്ലിൻ്റെ അകത്തോട്ട് തന്നെ പോകുക. അതങ്ങനെ കൊഞ്ചും പോയായിരുന്നു. ഇവന്മാര് നമ്മുടെ വലയെല്ലാം കൂടെ ചുറ്റി കേട്ടോ. നിങ്ങൾ നോക്കിക്കോളാം ഇങ്ങോട്ട്, കുഴപ്പമില്ല, ഞാൻ വഴക്കൊന്നും പറഞ്ഞില്ലല്ലോ. കണ്ടില്ലായിരുന്നല്ലേ?
നിങ്ങളുടെ പേരെന്തുവാടാ? അരുൺ. പിന്നെ ഓക്കെ പൊക്കോ. ശകല കയറിയുള്ളത്, എത്ര കയറിയുള്ളൂ. നമ്മുടെ ആ വള്ളം പിടിച്ചാ അതെ ഇതും ഇത് പിന്നെ അങ്ങോട്ട് മാറി ഒരെണ്ണങ്ങളുണ്ട്. അത് ഞാൻ ആദ്യം ചുറ്റഴിച്ച് വിട്ട അവിടെ ആ ഭാഗത്താണ് തോന്നുന്നത് കേട്ടോ, അതുപോലെ കീറിയത്. അമ്മ അവര് കണ്ടില്ല നല്ല നീളത്തില്ല ഇത് കീറിയത് കേട്ടോ. നേരത്തെ അവിടെ കീറിയിട്ട് നമ്മൾ തയ്ച്ച സ്ഥലമാണ് ഇത്, നേരത്തെ കീറിപ്പോയിട്ട്. ഇതിപ്പോൾ നമുക്ക് കിട്ടാൻ മാർഗമില്ല, ഇങ്ങനെ കെട്ടിയിടാനേ ഇപ്പം പറ്റത്തുള്ളൂ. നമ്മളെ ടാക്സല്ല അണ്ണനാണ് നമ്മളെ ഇഞ്ചനൊക്കെ റെഡിയാക്കുന്നത് കേട്ടോ. നമ്മളെ ഇഞ്ചനൊക്കെ എന്ത് കംപ്ലൈൻറ്റോ ഉണ്ടെങ്കിലും ടാക്സണിലാണ് റെഡിയാക്കുന്നത്. അപ്പം നമ്മളല്ല നമ്മുടെ ഈ കുട്ടനാട്ടിൽ നിന്നുള്ള ഒട്ടുമിക്ക ടീമും വരുന്ന ഇഞ്ചൻ റെഡിയാക്കുന്ന അണ്ണെടുക്കാൻ. അപ്പോൾ അണ്ണന് ഭയങ്കര പരാതിയാണ്, നമ്മളെ വീഡിയോയിൽ അണ്ണനെ ഉൾപ്പെടുത്തുന്നില്ലെന്ന് പറഞ്ഞാൽ അണ്ണൻ ഭയങ്കര പരാതി പറഞ്ഞെന്ന് ഞാനിങ്ങനെ അറിയാം. അതെ, കന്നിട്ട് എട്ടിയിലാണ് അണ്ണൻ്റെ കേട്ടാ, നമ്മളെ ലെമ്പാട ഇഞ്ച അല്ല അണ്ണ, കോലിഞ്ചൻ റെഡിയാക്കുന്ന നമ്മുടെ കന്നിട്ട് എട്ടിയിൽ അവിടെ അണ്ണന് കടയുണ്ട്, ആ കടയിലാണ്. അപ്പോൾ എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ കാശുണ്ടൊക്കെ വരിക കേട്ടോ, അത് കുഴപ്പമില്ല. അപ്പാപ്പി പറഞ്ഞിട്ട് വരുവാന്ന് പറഞ്ഞാൽ 50 രൂപ കൂടുതൽ മേടിക്കത്തേ ഉള്ളൂ, അതിൽ ഒരു കുഴപ്പമില്ല. ആ നേരം നമ്മുടെ പണി കയറിയിട്ട് ഇത് വരെ ഉടക്കിയിട്ടില്ലായിരുന്നു. ഇപ്പം കരയ്ക്കുന്ന എങ്ങാണ്ട ചാടി വന്നൊരു നീർക്കോല് കയറി ഉടക്കി കിടക്കുക നോക്കി കണ്ട. ഇത്ര നേരം അവന് ഉടക്കണ്ടായിരുന്നു ഏതാ ആ ലാസ്റ്റ് നമ്മളിങ്ങോട്ട് ആ സമയത്ത് ഇത് കരക്കനെങ്ങാണ്ടും ചാടി വന്നു ഇറങ്ങുന്നുണ്ട് കേട്ടോ. അവൻ ഇറങ്ങുമെന്ന് പറയുന്നുണ്ട്, ചോദിക്കണം. അടുത്ത സ്ഥലത്ത് കയറ്റി വെക്കല്ലോടാ, അവൻ കടിക്കാനായിട്ട് അവൻ്റെ ഇത് തന്നെ. അവൻ രക്ഷപ്പെടുത്താൻ പോവാന്ന് അവനറിയാം, അവന് രക്ഷിക്കാന്ന് വിചാരിക്കും. അവൻ അതിൽ അഹങ്കാരം. നമ്മുടെ ചുറ്റിരിക്കുന്ന ഒന്നും നോക്കട്ടെ. അങ്ങനെ കിട്ടെ. അവൻ്റെ തലേ പിടിയായാലേ അവനില്ലെങ്കിൽ അവൻ പെട്ടെന്ന് വന്ന് നമ്മളെ അവൻ ഫ്രീ ആയിരിക്കും കേട്ടോ. അവൻ ഫ്രീ ആയി എന്തൊക്കെ ചുറ്റിരിക്കുന്നു കണ്ട. ഇനി അവൻ നമ്മൾ ഇങ്ങോട്ട് തന്നെ ഒഴുകി വരണേ, അത് വേണമെങ്കിൽ ഇനിയും നീന്തി നമ്മുടെ വല കയറി വരും. പോയണ്ടോ അവനെ കണ്ടുപോലും ഇല്ലല്ലോ. മനസ്സിലായി. അപ്പാപ്പി പറഞ്ഞ കണക്ക് തന്നെ അവനെ എടുത്ത് വിട്ടോ അല്ലേ, നോക്കിക്ക് എന്നെ കാണിക്കും. അവിടെ പോയി ഉടക്കാല്ലേ ശരിടാ. ഞാൻ കാണിച്ചില്ല, അവിടെ വലയിൽ പോയി ഉടക്കി അവനെ വിട്ടതാ. ഇതാണ് നമ്മുടെ കുഴപ്പം. അവനെ നമുക്കിട്ട് പണി തരും അവൻ. ഇതുണ്ടോ
നമ്മളിപ്പം രക്ഷപ്പെടുത്തി വിട്ടവനത്. അവൻ പറഞ്ഞ് പിന്നെയും കയറുകയാണ്. ഈ സാധാരണ വലയിൽ ഉടക്കുന്നതൊക്കെ ഒരുമാതിരിപ്പെട്ട എല്ലാ വലക്കാരും തല്ലിക്കൊന്നു കളയും. നമ്മൾ മാത്രം, അതായത് നമ്മൾ 365 ദിവസം ഈ പണി തന്നെ ആയതുകൊണ്ട് നമ്മൾ അങ്ങനെ കൊല്ലത്തില്ല. പക്ഷെ അല്ലാത്തവർ ഇതിനെ തല്ലിക്കൊന്നു കളയും. നമ്മളെന്നാലും ഒന്ന് എടുത്ത് വിട്ട് കഴിഞ്ഞപ്പോൾ അവന് അഹങ്കാരം. ഇവനെ ഇപ്പൊ എടുത്ത് വിട്ടതാ. അവന്റെ കടി കണ്ടു. ഇല്ല, ആയില്ലപ്പ, ആയില്ല. ഇവനെ ഇപ്പേ ഒന്നും ഊരിയില്ല, അങ്ങോട്ട് എറിഞ്ഞതാ. അവനപ്പം പിന്നെയും മുടക്കി. എന്ത് പറയാനോ നോക്കണേ. കടിക്കണ്ട, നിന്റെ പല്ല് തന്നെ പോവും. ഇനിയും വന്ന് വലയിൽ ഉടക്കണേ കേട്ടാ. നമ്മളെ ഇപ്പം രണ്ടാമത്തെ ഒതുക്കി നമ്മൾ ഉള്ളും പോലെ കറക്കി വെച്ചിരിക്കുക കേട്ടോ. അപ്പം നമുക്ക് കിട്ടിയത് ഇതിനകത്ത് 3 കൊഞ്ചി. ഇതാണ് ശകലം വലിയ കൊഞ്ച് കേട്ടോ. പിന്നെ 2 ചെറുതാണ്. പിന്നെ ആദ്യം രാവിലെ കിട്ടിയ ഒരു കരിമീനും. അതാണ് ഇപ്പം തപ്പി കിട്ടി. അത് കൂടാതെ നമ്മളിൽ നിന്ന് 2 കൊഞ്ചും 3-4 കരിമീനും പോയായിരുന്നു. കരിമീൻ എന്ന് പറഞ്ഞാൽ വലിയ വലിപ്പമില്ല, വള്ളത്തിയാണ്. അത് ഈ കല്ല് ഇവിടെ ഡംപ് ചെയ്തിരിക്കുന്നതുകൊണ്ടേ നമ്മൾ തപ്പാൻ നേരത്ത് അത് അടുത്ത ഹോള് വഴി അങ്ങ് പോകും. കല്ല് അടുക്കി നമ്മൾ കല്ല് കെട്ടിയിരിക്കുമല്ലോ, കല്ല് ചുമ്മാ വാരി ഇട്ടിരിക്കുമോ, ഡംപ് ചെയ്തിരിക്കുന്ന സ്ഥലമാണ്. നമ്മുടെ ആ വലയുടെ അവിടെ ഇനി ഉള്ളും വലയുടെ അവിടെ ചെല്ലുമ്പോൾ എന്താണ് അവസ്ഥ എന്നൊന്നും അറിയാൻ പറ്റത്തില്ല. പിന്നെ കഴിവൊന്നും നമ്മൾ മാക്സിമം ഒതുക്കി പിടിക്കാൻ നോക്കും. നമ്മുടെ വല ഒരു കാരണവശാലും സൈഡ് ചേർത്ത് നമുക്ക് പൊക്കാനുള്ള പരിവുമില്ല. മൊത്തം തെങ്ങും കുറ്റിയും കല്ലും എല്ലാം ഡംപ് ചെയ്തിരിക്കുന്നതാണ്. ഇത്രയായിട്ട് വാളയൊന്നും കണ്ടില്ല. വാള എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരെണ്ണം ചാടി കാണിക്കണ്ടേ, അതുപോലും ഇല്ല, കണ്ടില്ല. പാവൊന്നുമില്ലല്ലോ. എന്താ ചെയ്യാന്നാ കൊഞ്ച് 3 കരിമീൻ ഒരു തൂളിയാ കേട്ടെ. നമുക്ക് ഇത്ര നേരമായിട്ട് നമ്മളെ വള്ളത്തെ കയറിയത്. നമ്മള് ഫസ്റ്റ് മുറിക്കുക കേട്ടോ.
ചടന്നുണ്ട്. ഇല്ലാണ്ട് കരിമീനുണ്ടെന്ന് തോന്നുന്നു അല്ലേ? കരിമീൻ കൊള്ളത്തി രണ്ടെണ്ണം കണ്ടു. ആമ ഇങ്ങോട്ട് കരി ഇവനെ എടുക്കണം. കരിമീൻ പല എടുക്കണം. ആലക്കാലം വലിയ കാലം ഞങ്ങളിതെല്ലാം ഒന്ന് കാണുവാന്ന് അവരും അറിയണ്ട്. പിന്നെ ഇടക്കിടക്ക് ഞങ്ങളും കൂടെ ഇവിടെ ഉണ്ടെന്ന് കാണട്ടെ. പിന്നെ അറിയണ്ട്. മഹാഗുരുവിനെ പിടിച്ച ഇനി അങ്ങോട്ട് വിളിച്ചോ. വരാനാണ്. ഇത് സാധനം ഇവിടെ കിടപ്പുണ്ട് കേട്ടോ. വരാലി ഒരാവറേജ് ചെറിയൊരു ചേട്ടാ ഇവിടെ എന്തോ പണി നടന്ന് നിങ്ങൾ പറഞ്ഞ കറക്റ്റാ കേട്ടാ. ഒരു അനക്കം അടിച്ചായിരുന്നു ഇവിടെ. നിങ്ങൾ പറഞ്ഞില്ലേ എന്തോ സാധനം പണി നടന്നു ഇവിടെ. അതേട്ടാ അതെ ചെറുതാണെന്ന് തോന്നുന്നു. എന്നാലും സാധനം അതെ കരിമീൻ വെള്ളത്തിൽ കിടക്കുന്നു. ഒന്ന് പിടിച്ചോട്ടെ ഇത് വീഡിയോ അടിച്ച് ബിസ്ക്കറ്റിന്റെ കവറിനകത്ത് മീൻ കയറി കിടക്കാം. രണ്ടടി അടിച്ചുകൂടെയാണ് നോക്കിയത്. ചക്കറുണ്ട്. ആ കൊഞ്ചപ്പനുണ്ട് കേട്ടാ. ചക്കറിന്റെ വലിപ്പം നോക്കി ചുമ്മാ വലുതായിട്ടുണ്ട്. പഴയ പൂളല്ലേ ഇവിടെ? പഴയ സാധനം നല്ല ടേസ്റ്റുള്ള മീനാ. രാത്രി പോകുമ്പോൾ ടോർച്ചടിച്ച് ഇരുന്നിരുന്ന മീനായിരുന്നു. ഉണ്ടോ? ഓക്കെ കെട്ടിയെടുക്കണം. മീനെ ഒതുക്കി നിർത്തിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ അവനെ വള്ളത്തിലേക്ക് മറിക്കാൻ പോവുക.
ഞങ്ങൾ കുറെ നോക്കിയാട്ടാ. നാടൻ വരാല്. ചേർമീൻ കൊഞ്ച്, ഒന്നുമറ്റം കൊഞ്ച. ഓ, ഒരു കല്ലും കൂടെ കൂട്ടിയിട്ടാ വലിച്ചാണ്ടായിരുന്നു. എന്തുവാ വീഴുന്നേന്ന്? മണൽവായല്ല, ചേർമീൻ. മോനേടാ പൊക്കി അത് പോയാ അണ്ണന്റെ 300 രൂപ പോയില്ലടാ. നിനക്ക് കാണാനാണോ? സാധനം എന്റെ കുഞ്ഞിന്റെ നീളം കാണാറുണ്ട്, ഇത്ര ഉണ്ടായിരുന്നു. മറ്റേ ക്യാമറ എന്താണ് അവിടെ എടുക്കാൻ പറ്റില്ല, 2 സൈഡ് എടുക്കാൻ. ഞാൻ തരാണോ? ഇതാണോ പെശക് സാധനം? കഴിഞ്ഞല്ലേ? അതില്ലെന്നേ, മീനില്ല, മീൻ കുറവാ. മീൻ നമ്മൾ എവിടെ പോയി വെച്ചിട്ടും മീൻ വളരെ കുറവ്. സിലോപ്പി ഇല്ലാണ്ട, സിലോപ്പി പടിഞ്ഞോട്ട് കയറി നിൽക്കുമെന്ന് തോന്നുന്നു. നമ്മുടെ വള്ളത്തിന്റെ സൈഡ് പടിഞ്ഞാററ്റ പള്ളിയുടെ അവിടെ അവിടെ ചോറുണ്ട്, ഷാപ്പിന് ചോറുണ്ട സമയം. ഷാപ്പിന് ചോറ് നമ്മളെ മുഴുവനും ഇതാണ്. മലയാളി കൊഞ്ച് കയറുണ്ട്. കൊഞ്ച് കയറുണ്ടോന്നറിയാൻ പറ്റില്ല. 2 കൊഞ്ച് പോലെ കണ്ടിട്ടുണ്ട്. നമ്മളേന്ന് 3-4 കൊഞ്ച് പോയി കല്ലിൻ്റെ അകത്ത്. അകത്തോട്ട് കയറി പോകുന്നുണ്ട്. കല്ല് ഇങ്ങ് വരെ കിടക്കില്ല, ഡംപ് ചെയ്തിട്ടിരിക്കുമല്ലോ. ഇതാണ് ഇത്. നമ്മളൊന്ന് പെറുക്കി ഇട്ടതിന് ശേഷം കാണാം കേട്ടോ. സക്കർ ഇനി ഹെലികോപ്റ്ററിലൊന്നും പറഞ്ഞൊരു പരാതി വേണ്ട. സക്കർ ഇവിടെ അക്കോറാണ്. സക്കറാണ്. അക്കോറിയത്തിൽ ഇടുന്ന മീനാന്നേ ഉള്ളൂ. ഒന്നും അക്കോറാക്കിയ ഇവിടെ വേറെ അത് നമ്മൾ ആ നേരത്തെ കണ്ടില്ല, അറിയാം. നേരത്തെ കണ്ടതാണ്. കരിമീൻ വെള്ളത്തിൽ കാണുന്നുണ്ട് ഒന്നും, പക്ഷെ സിലോപ്പി ഇല്ല. നമ്മളാറ്റ 10 രൂപ സിലോപ്പി കിട്ടുന്നത്. വളരെ കുറവ്. കഷ്ടപ്പാടിനനുസരിച്ചുള്ള അല്ലേ? കഷ്ടപ്പാടിനനുസരിച്ചുള്ള കരിമീൻ പള്ളത്തി. അയ്യോ 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 പള്ളത്തി.
കുഞ്ഞ എന്നാ ബുദ്ധിമുട്ടൊരു പ്രയോജനപ്പെട്ടില്ലാണ് എപ്പോ തുടങ്ങിയ പണിയ ഇന്നത്തെ എത്ര മണിക്ക് തുടങ്ങിയ പണിയാണ് കാണുന്നവർ വിചാരിക്കുന്നതിനറിയോ നമ്മള് പണിയാതെ എങ്ങാനും ചെറിയ ചവറിനെങ്ങാനും വെച്ചും വരും ഇവിടുന്ന് ആ വള്ളം വരെ വളരെ അല്ലേ ആ വള്ളം ഒന്ന് കാണിച്ചു കൊടുക്കലയാ ആ വള്ളം വരെ വളരെത്തുള്ള മീനാണ് പിടിച്ചോ ചിലവര് വിചാരിക്കും നമ്മൾ ഇത്രയും ഭാഗത്ത് വളർന്ന മീനാണ് നമ്മളെ കാണികളെയൊക്കെ ഒന്നും കാണിച്ചു കൊടുത്തോളൂ ചിലരെ കാണിച്ചിട്ടുണ്ട്. ഒന്ന് കാണിച്ചു നമ്മള് പണിതിട്ട് മൊത്തമുള്ള മീനാട്ടാ. അപ്പൊ നിങ്ങളെ തോട്ടി കൊഞ്ചുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പൊ നമ്മള് ഇനി ഈ വലയൊക്കെ കഴുകാൻ കിടക്കുക. വല കഴുകാന്ന് പറഞ്ഞാൽ ശകലം റിസ്ക് ആകട്ടെ. ഇവിടുന്ന് അങ്ങറ്റം വരെയുള്ള അത്ര നീളവും. അപ്പോൾ അപ്പാപ്പിയുടെ വീഡിയോകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അപ്പാപ്പിയെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ. കരിമീനുണ്ട്, ഇടക്കരിമീന. കരിമീൻ കൊഞ്ചും ചേർന്ന് ഒരു വരാലിങ്ങനെ നമ്മൾ എടുത്തിടാനുണ്ട്. ഒന്ന് എടുത്തിട്ട് നമുക്ക് വെള്ളം വിടാം. അടങ്ങണ്ട നമുക്കിന്ന് കിട്ടിയ മീനാണിത്.